പറഞ്ഞിട്ട് ഒരു 10 കൊല്ലം ഞാൻ പണിയെടുത്തിട്ടുണ്ട്. അന്നാണ് മനസ്സിലായത് നമ്മൾ ഈ മനസ്സിലാക്കിയതെന്ന് പത്രക്കാരെഴുതുന്നതും എല്ലാവരും പൊതുവായിട്ട് എല്ലാവരും എഴുതുന്നത് അതുപോലൊന്നും മനസ്സിലാക്കി ഒന്നും നടക്കത്തില്ലെന്ന് മനസ്സിലായി. ഒത്തിരി വ്യത്യാസങ്ങളാണ്. ഞാനത് ഓരോന്നായിട്ട് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഈ ആത്മഹത്യ കുറയ്ക്കാനായിട്ട് പോകുമ്പം ഈ പറയുന്ന മുഴുവൻ അഡ്രസ്സ് ചെയ്യാൻ ബാധ്യത വരും. അപ്പോഴാണ് ഈ കൊള്ളാവുന്ന മനുഷ്യന്മാർ, മിടുക്കന്മാരായ മനുഷ്യരല്ലയോ ഈ വള്ളത്തെ കയറി ഇങ്ങോട്ട് വന്ന് അവരെങ്ങനെ പിന്നെ ഇന്ത്യ ഭരിച്ചത്? കൊള്ളാവുന്നവരല്ലേ ശാസ്ത്രജ്ഞൻ. അവിടെ നവോത്ഥാനം ഉണ്ടായിട്ടല്ലയോ അവരെല്ലാവരും കൂടെ പുറത്തോട്ട് ചാടിയത് അല്ലേ? റിഫർമേഷനും റിനൈസൻസും ഉണ്ടായി. നവോത്ഥാനം, യൂറോപ്പിലുണ്ടായ നവോത്ഥാനത്തിന് ശേഷം ഉണ്ടായ മനുഷ്യന്മാരാണ് ഈ ആഫ്രിക്കയിലുള്ള മുഴുവൻ ആൾക്കാരും പിടിച്ചുകൊണ്ട് പോയി അവിടെ ഇട്ട് വെടിവെച്ച് കൊന്നുകൊണ്ടിരുന്നു. അവർ ചെയ്തത് എന്തെങ്കിലും ഒന്ന് പഠിച്ചാൽ ഇവന്മാരുടെ നവോത്ഥാനം ഇനി മേലെ ഉണ്ടാകരുതെന്നല്ലേ പറയാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മാത്രം എടുത്തോളൂ. അതൊന്നും ഒരു അളവ് പോലൊന്നും അല്ല. മനുഷ്യരെ ജീവനെ പറ്റിയും ജീവിതത്തിനെ പറ്റിയും നമ്മൾ സൂക്ഷ്മമായിട്ട് ഇനിയും മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് പോലെ അങ്ങനെ പരിഹരിക്കുന്ന പ്രശ്നങ്ങളും അല്ലെന്ന് നേരത്തെ നിങ്ങൾ തന്നെ പറയുന്നുണ്ട്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടുന്നവരാണ് എന്ന് പറഞ്ഞ് നമ്മൾ ജനിതകമായിട്ടുള്ളതല്ലേ എന്ന് ചോദിച്ചതിന് ശേഷം പിന്നെ ഇവർ ഇതൊക്കെ ചെയ്യണ്ടെന്ന് പറയേണ്ട കാര്യമുണ്ടോ? പിള്ളേരൊക്കെ ആത്മഹത്യ ചെയ്യരുതോ? കുറച്ചൊക്കെ ചെയ്യാം. എന്നാൽ മെച്ചപ്പെടുക എന്ന ആർക്കെന്നുള്ള ചോദ്യം ഒരിക്കലും ചോദിക്കാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇത് നടക്കാത്തതെന്നാണ് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ മെച്ചപ്പെടലെന്ന് നമ്മൾ പറയുന്ന സാധനം ആർക്ക് പ്രയോജനം എന്നുള്ള ചോദ്യം ചോദിക്കേണ്ടി വരും. നല്ല ഉന്നത്തോടെ വെടിവെക്കുമ്പോൾ അറ്റത്ത് വെടി കൊള്ളുന്നവരുടെ കാര്യമൊന്നും എടുക്കണ്ടേ? മെച്ചപ്പെട്ട തോക്കൽ വെടിവെച്ചാൽ നിങ്ങൾക്ക് വല്ല ഗുണമുണ്ടോ? മെച്ചപ്പെട്ട ഒരു ആയുധമാണ് ആറ്റം ബോംബ്. അത് ഇട്ടാൽ ആ വഴിക്ക് പോകാൻ നമുക്കും കൂടെ പോകാൻ, ഇട്ടവനും പോകാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. മറ്റൊരു കാര്യം ഇന്ത്യൻ ഭരണഘടനയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ പിന്നീട് എഴുതി ചേർത്താണല്ലോ മതേതരത്വം എന്ന് പറഞ്ഞ്. മതേതരത്വ ജനാധിപത്യ രാജ്യം പിന്നീട് എഴുതപ്പെട്ടാണല്ലോ. അപ്പോൾ എന്തുകൊണ്ട് ഈ വ്യത്യസ്ത മതങ്ങൾക്ക് വ്യത്യസ്ത നിയമങ്ങൾ പിന്നെയും അവിടെ തന്നെ ഒരു വൈരുദ്ധ്യമായിട്ട് നിൽക്കുന്നുണ്ട്? അതെന്തുകൊണ്ടായിരിക്കും? അതായത് ഈ മുസ്ലിം വ്യക്തി നിയമങ്ങൾ, വിവാഹ നിയമങ്ങൾ, അതുപോലെ തന്നെ പിന്നെ സ്വത്തവകാശ നിയമങ്ങൾ, ഇതൊക്കെ വ്യത്യസ്തമായിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഈ മതേതരത്വവും ഇതും തമ്മിലൊരു വൈരുദ്ധ്യം ഇല്ല എന്നുള്ളത് എനിക്ക് ഒരു സംശയമായിട്ട്. ഭരണഘടന മതേതരമായിരിക്കണം എന്നുള്ളതുകൊണ്ടാണ്. ജനങ്ങൾ, നിങ്ങൾ ജനിച്ച വീട്ടിനകത്തെ സ്വഭാവമുള്ള ആളാണ്. നമ്മളൊരു പ്രദേശത്തുള്ള ജനങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്നതിനുണ്ടാക്കുന്ന കോഡ് ഓഫ് കോണ്ടക്റ്റിനെയാണ് നമ്മൾ മതേതരമായിട്ടുള്ള ഭരണഘടന എന്ന് പറഞ്ഞത്. പക്ഷേ ആളുകൾ അങ്ങനെയല്ല. ആളുകളെല്ലാവരും വ്യത്യസ്തരായിട്ട് ജീവിച്ചിരുന്നവരാണ്, വ്യത്യസ്തമായിട്ടിരിക്കുന്നവർ തന്നെയാണ്. ആ മാറ്റാൻ അതിനകത്ത് ആ പേഴ്സണൽ, നമ്മൾ പറയുന്ന പേഴ്സണൽ ലോ എന്ന് പറയുന്ന കാര്യങ്ങൾ അടിയന്തരമായി മാറണം എന്ന് പറഞ്ഞാൽ മാറ്റാൻ അറിയുന്നവരോ മാറ്റാനൊക്കുന്നതായ ഒരു കാര്യമല്ല. അത് പതുക്കെ പതുക്കെ അതിനെയാണ് നമ്മൾ നിയമസഭയും ലോക്സഭയൊക്കെ ഉണ്ടാക്കി പുതിയ നിയമങ്ങൾ നിർമ്മിച്ച് ഇതിൻ്റെ ഈ പറയുന്ന കോമൺ ആയിട്ടുള്ള ലോയിലേക്ക് കൊണ്ടുവരുന്ന തരത്തിലാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് കോടതികളെല്ലാം നിയമം വ്യാഖ്യാനിച്ച് ഈ പറയുന്ന വ്യത്യസ്തമായ ലോ ഒന്നിച്ച് ആക്കാനായിട്ട്, പേഴ്സണൽ ലോസ് ഒന്നിച്ച് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിരുന്ന പണിയാണ് നമ്മൾ ചെയ്തിരുന്നത്. അപ്പോഴാണ് ഇലക്ഷൻ ജയിക്കാൻ എളുപ്പമാണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അത് കണ്ടുപിടിച്ച് രാഷ്ട്രീയക്കാർ. അപ്പോൾ അവരത് പെട്ടെന്ന് ആ ഏരിയ അങ്ങ് വിട്ട്. പണ്ട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലെല്ലാം ആളുകൾ പ്രണയിക്കുകയൊക്കെ ചെയ്ത കല്യാണമൊക്കെ പാർട്ടിക്കാതെ ഇന്ന് ആരെങ്കിലും ചെയ്യത്തില്ല. നഷ്ടമാണെന്നറിയാം. അങ്ങനെ നഷ്ടം എന്ത് നഷ്ടമാണ്? വോട്ട് പോകുമെന്നറിയാവുന്നതാണ്. അതാണ് നഷ്ടം. അപ്പോൾ ഈ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം നമ്മൾ ഈ ചെയ്തിരുന്ന അത്തരത്തിലുള്ള പ്രവൃത്തികൾ വോട്ട് നഷ്ടപ്പെടുത്തുന്നതാണെന്ന് തിരിച്ചറിയുന്നവർ ആയിട്ട് രാഷ്ട്രീയക്കാർ മുഴുവൻ മാറിപ്പോയിട്ടുണ്ടായ ഉത്തമ പ്രശ്നമാണ് നിങ്ങൾ പറയുന്നത്. അത് പുതിയൊരു പ്രശ്നമാണ്. നമ്മുടെ അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. മതേതരത്വം പറയുന്നത് വഴി എലക്ഷന് ഗുണം ചെയ്യത്തില്ല എന്ന് കണ്ടുപിടിച്ചത് കൊണ്ടാണ് അത് നിശബ്ദമായി മാറി.
എന്നിട്ട് അതിനെ മതേതരത്വം എന്ന് പറയുന്നതിനെ കളിയാക്കുന്ന ഹിന്ദുത്വവാദികളാണ് പിന്നുണ്ടായത്. സിക്കുലർ, സിക്ക് ഞാൻ മോശം, സിക്ക് എന്ന് പറഞ്ഞാൽ രോഗാതുരം എന്നുള്ള വാക്ക് പ്രയോഗിച്ച് സിക്കുലർ എന്ന് പറയുന്നത് അദ്വാനിയാണ് ചെയ്തത്, ആ വാക്ക് പ്രചരിപ്പിച്ചത്. ഇങ്ങനെയൊക്കെ ചെയ്ത് അതിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ കോമൺ ആയിട്ട് ആൾക്കാർ കോമൺ, ഇപ്പോൾ ഇന്ത്യയിലെ ഭരണഘടന എന്ന് പറയുന്നത് കോമൺ നിയമമാണ്. ഭരണഘടന അതിനകത്ത് ആളുകളുടെ വിശ്വാസ പ്രമാണങ്ങൾ ഒരു ദിവസം കൊണ്ട് ആൾക്കാർക്ക് മാറ്റാൻ കഴിയില്ല എന്നുള്ള അറിവ് കൊണ്ടാണ് അത് മുഴുവനും കൂടെ ഒന്നിച്ചെടുത്ത് മാറ്റി ചെയ്യാൻ പറ്റാതിരുന്നത്. നമ്മളങ്ങനെ പറയുന്നതുകൊണ്ടൊന്നും ആളുകൾ മാറത്തൊന്നുമില്ല. ആ മാറില്ല എന്നുള്ളതാണ് നമ്മൾ ഈ കാണുന്ന വിവേചനങ്ങൾ മുഴുവൻ. ഇപ്പോഴ് കല്യാണം കഴിക്കുന്നതിന് ഇപ്പോഴും നായർ മാട്രിമോണിയൽ, ഈഴവ മാട്രിമോണിയൽ, ബ്രാഹ്മണ മാട്രിമോണിയൽ അടിക്കുന്നവരല്ലേ നമ്മൾ. അതെല്ലാം അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ആ നിൽക്കുന്ന ആളുകളുടെ ഇടയിൽ വേണം നമ്മൾ ഈ കാര്യങ്ങൾ പറയാൻ. അപ്പോൾ അവർക്ക് മാറാനുള്ള സാവകാശം കൊടുക്കാനാണ് അത് അങ്ങനെ ചെയ്തിരുന്നത്. 2 തലമുറ 3 തലമുറ കൊണ്ട് ആളുകൾ ഇന്ത്യൻ പൗരന്മാരായി മാറുമെന്നുള്ള പ്രതീക്ഷയിലാണ് അതെല്ലാം നിന്നിരുന്നത്. പക്ഷെ അതിനിടയ്ക്കാണ് ഇലക്ഷന് ജയിക്കാൻ ഇത് മുമ്പോട്ട് കൊണ്ടുപോയ കുഴപ്പമാണെന്ന് അവർ കണ്ടുപിടിച്ചത്. അതോടെ അത് പോയി, ആ ഏരിയ പോയി. അതിൻ്റെ ബാക്കിയായിട്ടാണ് രാമക്ഷേത്രം ഉണ്ടാക്കുന്ന പ്രൈം മിനിസ്റ്ററൊക്കെ ഉണ്ടാകുന്നത്. അത്രയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇലക്ഷന് ജയിക്കാൻ പറ്റും, ഇലക്ഷന് ജയിച്ചു കഴിഞ്ഞാൽ ലെജിറ്റിമേറ്റായി എന്നാണ്. നമ്മൾക്ക് അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. ഭൂരിപക്ഷ തീരുമാനം ശരിയാണ് എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ ഭൂരിപക്ഷത്തിന് വിവരം ഉണ്ടാകുമോ എന്നുള്ള കാര്യം അത് നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുമെന്നാണ് വിചാരിച്ചിരുന്നത്. നടന്നില്ല. അതിനെപ്പറ്റിയാണ് ഞാൻ ഇരുന്ന് വേണ്ടത്. ആ ഏരിയയാണ് വേണ്ടത്. എവിടെയാണ് നമ്മൾ ഇപ്പം ഈ കാണുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം എന്നുള്ള നിലവാരത്തിൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്. അപ്പം ഞാനൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം, ഞാൻ ഡയറക്റ്റായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം ചെയ്തിരുന്ന സമയത്ത് നമ്മളാകെ മനസ്സിലാക്കിയിരുന്നത് അഴിമതിയില്ലാത്ത ആൾക്കാർ ഉണ്ടെങ്കിൽ നല്ല ഭരണമാകും. അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അഴിമതിയില്ലാത്ത നേതാക്കന്മാരെ കണ്ടുപിടിക്കുക, അഴിമതിയില്ലാത്ത ജനങ്ങളെ ഉണ്ടാക്കുക, അഴിമതി ചെയ്യരുത് എന്ന് പറയുക. ഇപ്പോൾ നമ്മൾ ഈ ഇതിനെയൊക്കെ നിരോധിക്കുന്നത് പോലെ അഴിമതി നിരോധിച്ചു, എല്ലാം ഉണ്ട്. മറ്റേ സ്ത്രീധനം നിരോധിച്ചിട്ടില്ല, എല്ലാം നിരോധിച്ചിട്ടില്ല നമ്മൾ. അഴിമതി നിരോധന നിയമം എല്ലാം ഉണ്ട്. നമ്മളതെങ്ങനെ ചെയ്തിട്ടുണ്ട്. നിരോധിച്ചാൽ ഇതങ്ങ് പോവാം. നിരോധിക്കുമ്പോൾ എന്ത് പറ്റും? എല്ലാം പമ്മിയിരിക്കും. ഏത് നിയമവും നമ്മളുണ്ടാക്കി കഴിഞ്ഞാൽ അത് മനുഷ്യർ മാത്രമല്ല, ലോകത്തെ ഏത് ജീവിയും തടസ്സം ഉണ്ടായിക്കഴിഞ്ഞാൽ അതെങ്ങനെ മറികടക്കാൻ പറ്റുമെന്ന് റിസർച്ച് ചെയ്യുന്നതാണ് ജീവൻ്റെ സ്വഭാവം. അപ്പം നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന നിയമം അവിടെ നിന്ന് എല്ലാവരും കൂടി ഇരിക്കുന്ന കാരണം കൊണ്ട് സമ്മതിച്ചിട്ട് പുറത്തിറങ്ങിയിട്ട് ഇതെങ്ങനെ പൊട്ടിക്കാൻ പറ്റുമെന്നുള്ളതിനെ റിസർച്ച് ചെയ്യുന്നവരാണ് നമ്മൾ. അത് മനുഷ്യരുടെ പ്രശ്നമല്ല, ജീവൻ്റെ സ്വഭാവമാണ്. നമ്മൾ ആൻറ്റിബയോട്ടിക് കണ്ടുപിടിക്കുമ്പോൾ ബാക്ടീരിയ അന്ന് തൊട്ട് ഇതെങ്ങനെ മറികടക്കാൻ പറ്റുമെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അവരുടെ പണി. അപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് റിഫൈൻ ചെയ്യുക എന്ന് പറയുന്നതിനോടൊപ്പമാണ് ജനിതകമായി ഇടപെടേണ്ട സ്ഥലങ്ങളുണ്ടെന്ന് നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ചതാണ്. ജനിതകമായ ഇടപെടലാണ് വിദ്യാഭ്യാസം. അവിടെ നമ്മൾ പരാജയപ്പെട്ടു. അതുകൊണ്ട് അത് ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ ഭരിക്കാനായിട്ട് അവർ ശ്രമിക്കുമ്പോൾ ഇന്ത്യ വലിയ രാജ്യമാണ്. പല ഭാഷ അറിയുന്നവരും പലതായിട്ടിരിക്കുന്നതായിട്ട് വലിയൊരു രാജ്യത്തിന് അവർ ഭരിക്കുന്നത് എന്തിനാണ്? അവർക്ക് നമ്മളെ കൊള്ളയടിക്കാനായിട്ട് വേണ്ടിയാണ് അവർ ഭരിക്കുന്നത്. അപ്പം നമ്മളെ കൊള്ളയടിക്കാൻ വേണ്ടി സൗകര്യപ്രദമായ രീതിയിൽ ഇന്ത്യക്കാരെ കൊണ്ട് ഇന്ത്യക്കാരെ ഭരിപ്പിച്ച് അതിനെ കൊള്ളയടിപ്പിക്കുന്നതാണ് നല്ലതെന്ന് അവർ കണ്ടുപിടിച്ചു. ഇത് കണ്ടുപിടിച്ചത് മെക്കാളെ ഇരിക്കുന്ന സമയത്താണ്. അപ്പോൾ മെക്കാളെ പറഞ്ഞ് നമുക്ക് ഇവർക്ക് വിദ്യാഭ്യാസം കൊടുത്താൽ നമുക്ക് പറ്റുന്ന ആളുകളെ ഇതിനകത്തുനിന്ന് കണ്ടുപിടിക്കാൻ ഉണ്ടാക്കാൻ പറ്റും എന്ന് പറയും. അങ്ങനെയാണ് ആദ്യത്തെ സ്കൂളുകൾ ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. ആ സ്കൂളുകളിനകത്ത് അവരെന്താ പഠിപ്പിക്കുന്നത്? അവർക്ക് കുറച്ച് കൂലിക്കാരെ വേണം, ജോലിക്കാരെ വേണം, ഗുംസരെ വേണം, ഉദ്യോഗസ്ഥരെ വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്കൊക്കെ ആരംഭം പോലെ ഉണ്ടാക്കുക ഈ ശാസ്ത്രജ്ഞന്മാർ. അങ്ങനൊന്നുമല്ല. ആളുകളെയൊക്കെ എന്ത് വേണം പിടിച്ച് ഇവൻ്റെ വയറ്റിനകത്ത് എന്ത് വേണമെന്നുള്ള കൗതുകം കൊണ്ട് ശാസ്ത്രജ്ഞനായവർ ഇഷ്ടം പോലെ ഉണ്ട്. പണ്ട് നമ്മൾ സൈക്കോളജിയൊക്കെ നമ്മൾ ആദ്യകാലത്തൊക്കെ ഞങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ എല്ലാ കൊല്ലണമെന്ന് ആഗ്രഹമുള്ളവന്മാരാണ് സർജൻസ് ആകുന്നതെന്നാണ് നമ്മൾ കണ്ടുപിടിച്ച്. ചോരയൊക്കെ കാണാനും ഒരുത്തനൊക്കെ വെട്ടിക്കയറണമെന്നൊക്കെ ആലോചിക്കുന്നതിനാണ് ഏറ്റവും നല്ല ഓപ്പറേറ്റ് ചെയ്യുന്ന ഡോക്ടറുടെ കൗതുകമാണ് ഇത് വയറൊന്ന് മുറിച്ച് കാണാൻ.
കൊല്ലണം, അപ്പോൾ കൊലയാളികളാണ് ഡോക്ടർമാരാകുന്നതെന്ന് പറഞ്ഞാൽ അവരെല്ലാവരോടും ഇപ്പോൾ നമ്മളെ അടിക്കാൻ പറ്റും. പക്ഷേ സൂക്ഷ്മമായിട്ട് ഇതൊക്കെ പഠിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതിനകത്ത് തന്നെ നമുക്ക് നോക്കിയാൽ മതി. മനുഷ്യരോട് മര്യാദയ്ക്ക് പെരുമാറണം എന്ന് പറയുന്ന ഡോക്ടറും മര്യാദകളായിട്ട് പെരുമാറുന്ന ഡോക്ടർമാരൊക്കെ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ഇതുപോലെ പഠിക്കേണ്ടത്. അപ്പം നമുക്ക് ഭയങ്കര വേരിയേഡ് ആയിട്ടുള്ള സ്വഭാവങ്ങളുള്ളവരാണ്. അതിനകത്ത് ചിലത് മാത്രം ശരിയാക്കാനായിട്ട് നമ്മൾ ഈ മൃഗങ്ങളെയൊക്കെ നോക്കിയിട്ട് പറയരുത്. വളരെ കോപ്പറേറ്റീവായിട്ട് കഴിയുന്ന ഒരു ഗോത്രം എന്ന് പറഞ്ഞാൽ ഭക്ഷണം തേടി ജീവിച്ചിരുന്ന മനുഷ്യർ മുഴുവനും വളരെ അവരുടെ സംഘത്തിനകത്ത് വളരെ കോപ്പറേറ്റീവാണ്. അത് ഇപ്പം തുടങ്ങിയ പണിയൊന്നുമല്ല, അത് മനുഷ്യരിലുള്ളതൊന്നുമല്ല, ബാക്ടീരിയയ്ക്കകത്ത് ആരംഭിച്ചതാണ്. എവല്യൂഷൻ ആദ്യം പഠിക്കുമ്പം ആ പരിണാമം പഠിക്കുന്ന ആൾക്കാർ മുഴുവൻ പേരും പുരോഗമനവാദികളും നാട് നന്നാക്കാൻ വരുന്നവരും ഒക്കെ ആയിട്ടുള്ള മനുഷ്യരാണ് ഇത് ആദ്യം കേൾക്കുന്നത്. അതോടെ ദൈവമല്ല ഉണ്ടാക്കിയെന്ന്, ദൈവത്തിന് പകരം പിന്നെ പ്രകൃതി, അങ്ങനെയാണ് പ്രകൃതി എന്നുള്ള വാക്കങ്ങോട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോഴും എല്ലാവർക്കും അറിയാം നമ്മളാണ് സ്പെഷ്യൽ, മനുഷ്യർ സ്പെഷ്യലാണെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു മനുഷ്യനും. ആരാണ് സ്പെഷ്യൽ? നമ്മൾ സ്പെഷ്യൽ. നമ്മളാരാ? നമ്മുടെ ഈ ഗോത്രക്കാരൻ, അവർ സ്പെഷ്യൽ. അങ്ങനെയാണ് നമ്മുടെ സ്വന്തം ദൈവം ഉണ്ടായത്. എല്ലാവർക്കും കുലദൈവമുണ്ട്. നമ്മുടെ കുലദൈവം നമ്മളെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു മനുഷ്യനും ലോകത്തില്ലായിരുന്നു. ഈ ഇരുന്ന ആളുകളാണ്, അതുകൊണ്ടാണ് ചോസൺ ഫ്യൂ എന്നൊക്കെ പറയുന്ന ജൂതന്മാരൊക്കെ ഉണ്ടായത്. അങ്ങനെയാണ് ദൈവം അവരെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയെന്ന് പറയണം. അങ്ങനെ സ്പെഷ്യലായ ഗോത്രങ്ങളിൽ ആ ഗോത്ര സ്വഭാവം നിലനിർത്തുന്ന നിലവാരത്തിൽ ഒന്നിച്ച് ജീവിക്കുമ്പോഴും ഈ സംഘത്തിനകത്ത് വിഭാഗങ്ങളായി സംഘമായിട്ടാണ് മനുഷ്യർ യോജിച്ചത്. അപ്പം അങ്ങനത്തെ സംഘങ്ങളായി മാറിയവർ അവരുടെ സ്വന്തം നിലയിൽ ഞങ്ങൾ സ്പെഷ്യലാണെന്ന് വിചാരിക്കുകയും ആ സ്പെഷ്യാലിറ്റി പോയി നമ്മുടെ ഗോത്രത്തിനകത്തെ പുരുഷന്മാരായാലേ പറ്റുള്ളൂ. അല്ല അവിടുത്തെ പെണ്ണുങ്ങളൊന്നും ബ്രാഹ്മണന്മാരുടെ കഴിഞ്ഞ് മരക്കുടയും പിടിച്ച് നടക്കാനല്ലാതെ മുൻവശത്തെങ്കിലും വരാനൊക്കത്തില്ല. അതുകൊണ്ടാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്ത് എന്നുള്ള കഥയൊക്കെ ഉണ്ടാക്കാൻ ബാധ്യത വന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ള പുരുഷന്മാരുടെ സംഘമായും അതിനകത്ത് അവസാനം ഈ ലോകത്ത് മോക്ഷം മേടിക്കണമെന്നുണ്ടെങ്കിൽ പുരുഷനായാലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ അറിയണം. അപ്പോൾ ഈ വിവേചനങ്ങളെല്ലാം ഉള്ള ജീവിയായിട്ട് തന്നെയാണ് നമ്മളുണ്ടായിരുന്നത്. അവരുടെ കോഓപ്പറേഷനാണ്. പക്ഷേ ശരിക്കും സൂക്ഷ്മമായിട്ട് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമ്മൾ ഈ പറയുന്ന കോമ്പറ്റീഷനേക്കാളും ശക്തമായി നിൽക്കുന്നത് കോഓപ്പറേഷനാണ്. അത് നമ്മൾ അങ്ങനെ അത് കാണാതെ പോയത്. മറ്റുള്ളവരെ തോൽപ്പിക്കാനും കീഴടക്കാനും നിന്നിരുന്ന ഒരു സമൂഹത്തിൻ്റെ നടുവിലാണ് ഡാർവിൻ ഇത് ആദ്യം പറയുന്നത്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് ഇത് സാധനം കൊള്ളാം, നമ്മളെല്ലാം കോമ്പറ്റീഷനകത്ത് വിജയിച്ചവരാണ് നമ്മളെന്ന് പറയാൻ, നമുക്ക് മേൽക്കൈ ഉള്ളവരാണെന്ന് പറയാനായിട്ട് ഇതേ സാധനം ഈ പരിണാമം ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് യൂജനിക്സ് ഒക്കെ ഉണ്ടായത്. അപ്പോൾ ലോകത്ത് ആദ്യം ഇതല്ല പഠിച്ചത്, മനുഷ്യർ തമ്മിലുള്ള സഹകരണത്തിനെ പറ്റി അല്ല പഠിച്ചത്, അവർ തമ്മിലുള്ള മത്സരത്തിനെ പറ്റി. ആ മത്സരത്തിൽ വിജയിച്ചവരായാണ് ലോകം നയിക്കേണ്ടതെന്ന്, അങ്ങനെ മറ്റുള്ളവരെല്ലാം നന്നാക്കാനായിട്ട് ലോകം മുഴുവൻ നടന്ന് വൈറ്റ് മാൻസ് ബർഡൻ എന്നായിരുന്നു. ഈ പാവം പിടിച്ച കാട്ടിലൊക്കെ കഴിഞ്ഞിരുന്ന ആൾക്കാരെ എല്ലാം പിടിച്ച് അവരെ എല്ലാവരും നന്നാക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് നമ്മൾ ഇന്ന് കാണുന്ന സ്കൂളും സാധനവും എല്ലാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ പറയുന്ന ശാസ്ത്രം വളരെ കൃത്യമായി അവരവരുടെ ആവശ്യങ്ങൾക്കും അവരവരുടെ ഏറ്റവും വിവേചനപരമായ ആശയങ്ങൾക്കും സപ്പോർട്ട് മേടിക്കാനായിട്ട് അത് ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള കാര്യമൊന്നും മറക്കണ്ട. അതുകൊണ്ട് ഈ മൃഗങ്ങളെ പഠിക്കാൻ പോകുന്നവർ, പഠിക്കാൻ പോയവനെ അവൻ്റെ സൈക്കോളജി അവൻ ഒരിക്കലും കാണത്തില്ല. അത് വേറൊരാൾ കാണുമ്പോഴേ എഴുതത്തുള്ളൂ. അത് ഞാനൊക്കെ ശരിക്കും പറഞ്ഞാൽ വെള്ളത്തിലായിപ്പോയി എന്ന് പറയാവുന്ന നിലവാരത്തിലുള്ള സമയമുണ്ട്. നമ്മൾ ഈ ആന്ത്രോപോളജി പഠിക്കുന്ന സമയത്ത് മുഴുവൻ പുരുഷന്മാരെഴുതിയിരുന്ന ആന്ത്രോപോളജിയാണുള്ളത്. അത് കഴിഞ്ഞപ്പോഴാണ് ഒരിക്കൽ നമ്മൾ ഫെമിനിസമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ആന്ത്രോപോളജിസ്റ്റുകൾ പഠിക്കാൻ പോയി. അവരെഴുതിക്കൊണ്ട് വരുമ്പോൾ ഇവരെഴുതിയ അതേ ഗോത്രത്തിനെ പറ്റി വേറെ ഒരു കാര്യം ഇവരെഴുതുന്നത്. ഭയങ്കര തകർന്ന തരിപ്പണമായിപ്പോയി. അപ്പോഴാണ് നമ്മൾ പെട്ടെന്ന് മനസ്സിലായത് ഇവർ ഈ പറയുന്നത് പോലെ മാത്രം ശാസ്ത്രജ്ഞന്മാരാണല്ലോ, ശാസ്ത്രജ്ഞന്മാരെല്ലാം നമുക്കങ്ങ് വിശ്വസിക്കേണ്ടാവുന്നതാണല്ലോ. ശാസ്ത്രജ്ഞന്മാർ 3 പേര് ചേർന്നിരുന്ന് ഒരുത്തൻ എഴുതിയതൊക്കെ
വെറ്റ് ചെയ്യാൻ വളരെ ഇത് ശരിയാണോ എന്ന് പരിശോധിക്കാനിരിക്കുന്ന അവന്മാരല്ല ഈ ഭാഗമാണ്. അപ്പോഴാണ് ഒബ്ജക്റ്റീവായ സയൻസ് അങ്ങോട്ട് നിൽക്കുകയാണെന്നൊക്കെയുള്ള നിലവാരത്തിൽ പറയുമ്പോൾ അതൊന്നും നമുക്ക് എടുക്കാനാകത്തില്ല. അപ്പോൾ അതങ്ങനെ മനസ്സിലാക്കണം. അപ്പോൾ സ്ത്രീകൾ പോയി, ആന്ത്രോപോളജിസ്റ്റുകളായ സ്ത്രീകൾ പോയിട്ട് പഠിച്ചപ്പം അവരെഴുതിയ പുസ്തകമാണ് ഞാൻ ആദ്യമായിട്ട്, എനിക്ക് തോന്നുന്നത് 78 ആ സമയത്താണ്. ടുവേഡ്സ് ആൻഡ് ആന്ത്രോപോളജി ഓഫ് വിമൻ എന്ന് പറയുന്ന പുസ്തകം എൻ്റെ തല പൊട്ടിപ്പോയി അത് ദിവസമാണ്. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഇതുപോലൊരു ആന്ത്രോപോളജിസ്റ്റ് ഇല്ലെന്നൊക്കെ വിചാരിച്ച് നമ്മൾ പഠിച്ചിരുന്ന പുരുഷന്മാരെഴുതിയത് മുഴുവൻ പൊളിച്ചു വാരി ഈ പെണ്ണുങ്ങൾ എഴുതി. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അത് ശരി, പോയി നോക്കുമ്പോൾ നോക്കുന്ന ആളിനെയും കൂടെ നോക്കണമെന്ന് പഠിച്ചത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഫിസിക്സ് ഒക്കെ നമ്മളിങ്ങനെ പറയുമ്പോൾ നമുക്ക് തോന്നുന്നത് അത് ഒബ്ജക്റ്റീവ് സയൻസ് അല്ലേ എന്നൊക്കെ പറയും. പക്ഷേ